BJPക്കെതിരെ മുഖപ്രസംഗവുമായി ദീപിക. രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ BJP പദ്ധതിയിടുന്നത്. BJPയുടെ ഈ ഇരട്ടത്താപ്പ് അങ്ങേയറ്റം അപമാനകരമാണ്. ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് സമീപനത്തിൽ വ്യക്തത വരുത്താൻ BJP തയ്യാറാവണമെന്നും ദീപിക മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നു. ശ്രീജിത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഇരട്ടത്താപ്പ് ഇവിടെ വേണ്ട, വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് തങ്ങളോട് കൂട്ടുകൂടാൻ വരേണ്ട എന്ന നിലപാട് ഉറക്കെ പറയുകയാണ് ദീപിക. ഇത് സഭയുടെ ഒരു നിലപാട് എന്ന രീതിയിൽ തന്നെ നമ്മൾ കണക്കാക്കണമോ? എന്തായാലും ഈ കളം നിറയാൻ BJP ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരത്തിൽ വരുന്ന വിമർശനങ്ങളൊക്കെ വലിയ രാഷ്ട്രീയ പ്രസക്തി കൂടി ഉള്ളതാണ് അല്ലേ? തീർച്ചയായും ദീപികയുടെ പലപ്പോഴും BJP അനുകൂലിച്ചുള്ള നിലപാടുകൾ വാർത്തയായിട്ടുണ്ട്. സമീപകാലത്ത് അങ്ങനെ പല ലേഖനങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ എതിർത്തുകൊണ്ടാണ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വരുന്ന ലേഖനം, ഏതാണ്ട് ഒരു മാസം മുമ്പാണ് മറ്റൊരു ലേഖനം BJP വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഈ ക്രൈസ്തവ രാജ്യത്താകെ നേരിടുന്ന അക്രമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJPയെ കടന്നാക്രമിച്ചു എന്ന് തന്നെ പറയാം, കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ദീപിക. തീർച്ചയായും വിശ്വാസികൾ സഭ കാര്യമായി കൊണ്ടു നടക്കുന്ന ഒരു പത്രം കൂടിയാണ് ദീപിക. ആ നിലയിൽ അത് സഭയുടെ നിലപാടായി ചേർത്ത് വായിക്കേണ്ടി വരും. നിലവിൽ എന്തായാലും അതായത് രണ്ട് സമീപനമാണ്. BJPക്ക് ഇരട്ടത്താപ്പാണുള്ളത്. രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങളോട് അരുത് എന്ന് പറയുന്നില്ല. മാത്രമല്ല, മഹാരാഷ്ട്രയിലെ ഒരു MLA തന്നെ ഈ വൈദികർക്കെതിരെ അക്രമം നടത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുന്ന നടപടിയുണ്ട്. അങ്ങനെ രാജ്യത്ത് പലയിടത്തും പലതരത്തിലുള്ള അക്രമങ്ങളും ക്രൈസ്തവർക്കെതിരെ നടക്കുന്നു. അതിലൊക്കെ അതിനെ പിന്തുണയ്ക്കുകയാണ് ഫലത്തിൽ BJP ചെയ്യുന്നത്. BJP ആകെ ചെയ്യുന്നത് ക്രൈസ്തവർ നിർണായക സ്വാധീനമായ സംസ്ഥാനങ്ങളിൽ അവർ ക്രൈസ്തവർക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമാണ് കേരളത്തിലും ഇപ്പോൾ ക്രൈസ്തവരെ ഒപ്പം കൂട്ടാനൊരു ശ്രമം BJP നടത്തുന്നത് എന്നതാണ് ദീപികയുടെ ഒരു മുഖപ്രസംഗത്തിൽ തന്നെ പറയുന്നത്. മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ലേഖനമല്ല, അത് പത്രത്തിന്റെ ഒരു ഔദ്യോഗിക നിലപാട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഈ പലയിടത്തും വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ഈ സാമൂഹിക സേവനം നടത്തുന്നുണ്ട് ക്രൈസ്തവ സഭ. പക്ഷെ അതിനെ മതപരിവർത്തനമായി ചിത്രീകരിക്കുകയാണ് BJPയും സംഘപരിവാറും ഒക്കെ ചെയ്യുന്നത് എന്നുകൂടിയാണ് ദീപിക പറയുന്നത്. അതായത് ഇതൊരു ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് അതിലൊരു വ്യക്തത വരുത്താൻ BJP തയ്യാറാകണം എന്നുള്ളതാണ്. നേരത്തെ ആര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്ത് വളരെ ക്രൈസ്തവ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പല ശ്രമങ്ങളും നടത്തുന്നു. BJPയുടെ ഭാരവാഹി പട്ടികയിലടക്കം അത്തരം ക്രൈസ്തവ മുഖങ്ങളെ, ഇപ്പോൾ അനൂപ് ആന്റണി അല്ലെങ്കിൽ ഷോൺ ജോർജിനെ പോലെയുള്ളവർക്ക്, അതായത് അത്തരം ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നു. പലയിടത്തും കടന്നു ചെല്ലാൻ BJPക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരടക്കം സുരേഷ് ഗോപിക്കടക്കം ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചതൊക്കെ അത്തരം സാഹചര്യങ്ങൾ അതിൽ കൂടി കൊണ്ടാണ്. പക്ഷെ അവിടെയാണ് BJP ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരു തലക്കടി എന്ന നിലയിൽ ഇത്തരത്തിൽ ലേഖനങ്ങൾ തുടർച്ചയായി ദീപികയിൽ പ്രസിദ്ധീകരിക്കുന്നത്. ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം BJPയുടെ ഒരു പ്രധാനപ്പെട്ട വോട്ട് കാർഡ് തന്നെയാണ് ഈ ക്രൈസ്തവ സമൂഹം എന്നുള്ളത്. അപ്പോൾ അവരെ വീണ്ടും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പുതിയ കർമ്മ പദ്ധതിയൊക്കെ അമിത്ഷാ വന്നതോടുകൂടി ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച് അതുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചും കഴിഞ്ഞു. അപ്പോൾ അതിനിടയിൽ വരുന്ന ഈ വിമർശനം അതത്ര ചെറുതല്ല, വലിയ തിരിച്ചടി തന്നെ BJPക്ക് ഒരുപക്ഷെ ഉണ്ടാക്കാം എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും ആര്യ, ഇതിപ്പോ ദീപിക ഒരു മുഖപ്രസംഗം എഴുതി എന്നുള്ളത് ശരി തന്നെയാണ്. അത് കത്തോലിക്ക സഭയുടെ നിലപാടായി സ്വാഭാവികമായും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി സഭയുടെ ഔദ്യോഗിക നേതൃത്വം ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ഇനി അറിയാനുള്ളത്. KCBC ഒക്കെ പതിവായി ഓരോ വിഷയങ്ങളിലും പ്രതികരിക്കുന്നതാണ്. ഈ വിഷയത്തിലും പ്രതികരണം ആ തരത്തിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ദീപികയുടെ നിലപാടിനെ പരിപൂർണമായും ഏറ്റെടുക്കുമോ അതോ അതിനെ തള്ളി പറയുമോ എന്നൊക്കെയുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും ദീപിക ഒരു വലിയ കടന്നാക്രമണം തന്നെ ദീപിക എഡിറ്റോറിയലിലൂടെ BJPക്കെതിരെ നടത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി BJP നേതാക്കളുടെ ഇതിനോടുള്ള പ്രതികരണവും കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ BJPയുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ക്രൈസ്തവ സഭകളോടൊക്കെ അടുത്ത് ചേരാൻ ശ്രമിക്കുന്നതിനിടെ ഇതിനെ വല്ലാതെ തിരിച്ചാക്രമിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇതിൽ നിന്ന് വഴുതി മാറാനുള്ള ശ്രമം തന്നെയായിരിക്കും BJPയെ സംബന്ധിച്ച് ഉണ്ടാകുക എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. നിലവിൽ എന്തായാലും ഈ സഭയുടെ നിലപാട് തന്നെയാണോ ഇത് എന്നുള്ളതാണ് ഇനിയുള്ള പ്രതികരണങ്ങളിൽ അറിയേണ്ടത്. കാര്യം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പല മുനമ്പം പോലുള്ള വിഷയങ്ങളൊക്കെ BJP വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും
വലിയ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ BJP ആദ്യമായി അവിടെ കമ്മിറ്റി, പാർട്ടി ഓഫീസൊക്കെ ഉണ്ടാക്കുന്നത് ഈ സമരത്തിന് ശേഷമാണ്. എല്ലാ തരത്തിലുള്ള ഉറപ്പുകളും മുനമ്പം ജനതയ്ക്ക് ഉണ്ടാകുമെന്നൊക്കെ കേന്ദ്ര സർക്കാർ പറയുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അവിടെയൊക്കെ നിൽക്കുമ്പോഴാണ്, അങ്ങനെയൊക്കെ നിന്ന് വളരെ കാര്യമായി ക്രൈസ്തവ സഭ വിശ്വാസികളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ദീപിക അതിനൊരു കടുംവെട്ട് ഫലത്തിൽ നൽകുന്നത്. തീർച്ചയായും ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീജിത്ത് തുടരുക. ഇപ്പോൾ BJP നേതാവ് ശ്രീ എൻ ഹരി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഈ ഇരട്ടത്താപ്പ് ഇവിടെ നടപ്പാകില്ല, വിലപ്പോകില്ല എന്നുള്ളതാണ്. വോട്ട് ബാങ്ക് മാത്രം നോക്കി കൂട്ടുകൂടാൻ വരേണ്ട എന്ന നിലപാട് ശക്തമായി പറയുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു?